ഈ ചൈതന്യം എവിടെ നിന്ന് ആവാഹിക്കപ്പെട്ട ആ ചൈതന്യം നമ്മളിലേക്ക് എത്തിച്ചേരാൻ വിചാരിക്കുക. ആ പരമാത്മാ ചൈതന്യത്തെ നമ്മൾ പ്രാർത്ഥിക്കുക. ആ ദേവിയുടെ മുമ്പിലാണ് നമ്മൾ ഇരിക്കുന്നതെന്ന് സങ്കല്പിക്കുക. ഭഗവതിക്ക് പൂജ കഴിക്കാനുള്ള, അവരുടെ അർച്ചന കഴിക്കാനുള്ള മനസ്സും അനുഗ്രഹം നൽകുകയും പ്രാർത്ഥിക്കുക. ഈ അച്ഛനക്ക് ഇരിക്കാൻ സാധിക്കാത്തവർ അവിടെ ഇരുന്നുകൊണ്ട് തന്നെ ഈ നാമങ്ങൾ ചൊല്ലുമ്പോൾ ആ നാമം ഒന്ന് എത്തിച്ചൊല്ലുന്നത് നിങ്ങൾക്ക് നന്നായിരിക്കും. കാരണം തന്നെ പലരുടെ ചിലപ്പോൾ ആളുകൾ എത്താത്തവരുണ്ടാവും, വയ്യാത്തതുകൊണ്ടുണ്ടാവാം. ഇതിനൊന്നും ലാഭത്തിന് പാപമില്ലാന്നാണ് പറയുക. അതുകൊണ്ട് നമുക്ക് അങ്ങനെ ഇന്നുണ്ടായാലും ദേവിയെ സ്മരിക്കുക. ശിവശക്തിക്ക് 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 ഈ മന്ത്രമായിരിക്കും ഓരോ മന്ത്രങ്ങളുടെ അർച്ചന കഴിക്കുമ്പോൾ നിങ്ങൾ ചൊല്ലേണ്ടത്. ആ മന്ത്രം ചൊല്ലിയായിരിക്കണം നിങ്ങളുടെ മനസ്സാകുന്ന പുഷ്പം ആ ഭഗവതിയുടെ പാദങ്ങളെ വിചാരിച്ചുകൊണ്ട് ആ വിളക്കിൻ്റെ പാദങ്ങളിലേക്ക് സമർപ്പിക്കുക. നമ്മുടെ സങ്കടങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും എല്ലാം ഭഗവതിയോട് പറയുക, മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുക. അത് ദുരിതങ്ങളൊക്കെ തീർത്ത് ഞങ്ങൾക്ക് എല്ലാ വിധത്തിലുള്ള ഐശ്വര്യങ്ങൾ അങ്ങനെ പ്രാർത്ഥിക്കുക.